PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC എന്നീ എക്സാമുകൾ ഉൾപ്പെടെ കോർപ്പറേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ എക്സാമുകൾക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ബൈലോ ആൻഡ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ. ബൈലോ രജിസ്റ്റർ ചെയ്യുന്നത് മീൻസ് രജിസ്ട്രേഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി, രജിസ്ട്രേഷൻ പ്രൊസീജിയർ, ആക്ട് ആൻഡ് റൂൾസ്, രജിസ്ട്രേഷൻ ഫീസ്, അഫിലിയേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ഓൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കോപ്പറേറ്റീവ് ബാങ്ക് എക്സാമിന് വേണ്ടി. ആ വീഡിയോ ഈ എക്സാമിൻ്റെ പ്ലേലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതാണ്. കോർപ്പറേഷൻ പഠിക്കുന്ന തുടക്കക്കാരാണ് നിങ്ങളെങ്കിൽ ഒരു കാരണവശാലും ആ വീഡിയോ മിസ് ചെയ്യരുത്. ആ വീഡിയോയുടെ ലിങ്കും പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നു ബൈലോ ആൻഡ് ബൈലോ അമെൻമെൻറ്റ്. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ബൈലോ എന്ന് പറയുന്നത്. ബൈലോയിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥകൾക്കനുസരിച്ചായിരിക്കണം ഒരു സഹകരണ സംഘം പ്രവർത്തിക്കേണ്ടത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഡോക്യുമെൻറ്റ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് ബൈലോ. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ വളരെ പ്രധാനപ്പെട്ട ഡോക്യുമെൻ്റാണ് ബൈലോ എന്ന് പറയുന്നത്. ബൈലോ മീൻസ് ദ രജിസ്റ്റേർഡ് ബൈലോസ് ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോർ ദ ടൈം ബീങ് ഇൻ ഫോഴ്സ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിനെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് പറയുന്നത്. കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ബൈലോയാണ്. ബൈലോസ് ടു ബി ഫ്രെയിംഡ് സബ്ജക്റ്റ് ടു ദ പ്രൊവിഷൻസ് ഓഫ് ദ ആക്ട് ആൻഡ് റൂൾസ്. ആക്ടിനും റൂൾസിനും വിധേയമായിട്ടായിരിക്കണം ബൈലോ ഫ്രെയിം ചെയ്യേണ്ടത്. ദ ഡോക്യുമെൻറ്റ് വിച്ച് ഗവേൺ ദ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ്, ബിസിനസ് ഓർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ, ബിസിനസ്, മാനേജ്മെൻറ്റ്, ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ ഒരു ഡോക്യുമെൻ്റാണ്. ഈ ഒരു ഡോക്യുമെൻറ്റിന് അനുസരിച്ചായിരിക്കണം ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. The bylaw are in the nature of articles of association of a company. ഒരു കമ്പനിയിലെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷന് തുല്യമാണ് ഒരു സഹകരണ സംഘത്തിലെ ബൈലോ. ബൈലോ കോൺസ്റ്റിറ്റ്യൂട്ട് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ദ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻസ്. റൂൾ 5 ഡീൽസ് വിത്ത് ദ സബ്ജക്റ്റ് മാറ്റർ ഓഫ് ബൈലോ ആൻഡ് റൂൾ 6 റെപ്രസെൻറ്റ്സ് ദ മോഡൽ ബൈലോ. KCS റൂൾസിൻ്റെ റൂൾ 5 ഒരു ബൈലോയുടെ സബ്ജക്റ്റ് മാറ്ററിനെ കുറിച്ച് പറയുന്നത്. അതുപോലെ മോഡൽ ബൈലോസിനെ കുറിച്ച് പറയുന്നത് റൂൾ 6 മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. വിവിധ സൊസൈറ്റികളുടെ ബൈലോ ഡിഫറൻ്റ് ആണ്. എല്ലാത്തരം സൊസൈറ്റികളുടെയും മോഡൽ ബൈലോ പ്രിപ്പയർ ചെയ്യുന്നത് രജിസ്ട്രാറാണ്. ഈ ഒരു മോഡലിന് അനുസരിച്ച് ചീഫ് പ്രൊമോട്ടറാണ് ഡ്രാഫ്റ്റ് ബൈലോ പ്രിപ്പയർ ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റ് ബൈലോ രജിസ്റ്റർ ചെയ്യുന്നതിനെയാണ് ബൈലോ എന്ന് പറയുന്നത്. ബൈലോ എന്ന് വെച്ചാൽ രജിസ്റ്റേർഡ് ബൈലോയാണ്. ഇത്രയും കാര്യങ്ങളാണ് ബൈലോയെക്കുറിച്ച് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം കൂടി, സെക്ഷൻ 2 സബ്സെക്ഷൻ Bയിലാണ് ബൈലോയെ ഡിഫൈൻ ചെയ്യുന്നത്. KCS ആക്ടിൻ്റെ സെക്ഷൻ 2 സബ്സെക്ഷൻ B ആണ് ബൈലോ. ഓർമ്മിക്കാൻ എളുപ്പമാണ്. 2B ബൈലോ. അടുത്തത് അമെൻമെൻറ്റ് ഓഫ് ബൈലോയാണ്. ഒരു ബൈലോ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ബൈലോ അമെൻഡ് ചെയ്യുന്നത് എങ്ങനെ എന്നാണ് പഠിക്കുന്നത്. സെക്ഷൻ 12 ഡീൽസ് വിത്ത് ദ അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഓഫ് എ സൊസൈറ്റി. KCS ആക്ടിൻ്റെ സെക്ഷൻ 12 ബൈലോ അമെൻഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറയുന്നത്. അതേപോലെ റൂൾ 9 പ്രൊസീജിയർ റിഗാർഡിംഗ് ദി അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് പറയുന്നത്. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ പറയുന്നത് റൂൾ 9 അപ്പോൾ അമെൻമെൻറ്റ് ഓഫ് ബൈലോ റിലേറ്റഡ് വിത്ത് സെക്ഷൻ 12 ആൻഡ് റൂൾ 9. സെക്ഷൻ 12 പറയുന്നത് എന്താണെന്ന് നോക്കാം. ദ ജനറൽ ബോഡി ഓഫ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് എ കോമ്പീറ്റൻറ്റ് അതോറിറ്റി ടു മേക്ക് അമെൻമെൻറ്റ് ഓഫ് ദ ബൈലോ. ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള കോമ്പീറ്റൻറ്റ് അതോറിറ്റി എന്ന് പറയുന്നത് ജനറൽ ബോഡിയാണ്. കൺവീൻ ജനറൽ ബോഡി മീറ്റിംഗ് ബൈ ഗിവിംഗ് 15 ക്ലിയർ ഡേയ്സ് നോട്ടീസ്. ബൈലോ അമെൻഡ് ചെയ്യുന്നതിന് ജനറൽ ബോഡി മീറ്റിംഗ് കൂടണം. ഇത് 15 ദിവസം മുമ്പ് എല്ലാ മെമ്പേഴ്സിനെയും അറിയിക്കണം. ഈ ജനറൽ ബോഡി മീറ്റിങ്ങിനെ കുറിച്ച് മെമ്പേഴ്സിനെ അറിയിക്കുന്നത് 2 തരത്തിലാണ്. ഒന്ന്, സംഘത്തിലെ ടോട്ടൽ മെമ്പേഴ്സ് 500-ൽ കൂടുതലാണെങ്കിൽ ആ ഒരു സംഘത്തിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷനിൽ പ്രചാരത്തിലുള്ള 2 പ്രാദേശിക ദിനപത്രങ്ങളിലൂടെ അറിയിക്കണം. അല്ലെങ്കിൽ നോട്ടീസ് ബോർഡിൽ, അതായത് സൊസൈറ്റിയുടെ നോട്ടീസ് ബോർഡിൽ പഞ്ചായത്ത് ഓഫീസ്, വില്ലേജ് ഓഫീസ്, റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ ഓഫീസ്, സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസ്, ഇവിടെയെല്ലാം ഈ സ്ഥാപനങ്ങളുടെ എല്ലാം നോട്ടീസ് ബോർഡിൽ ഇത് അറിയിക്കണം. ഇനി
സൊസൈറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം 500-ൽ താഴെയാണെങ്കിൽ ബൈ പേഴ്സൺ, രജിസ്റ്റേർഡ് പോസ്റ്റ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള കൊറിയർ സർവീസ്, ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈക്കോർട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ള കൊറിയർ സർവീസിലൂടെയോ രജിസ്റ്റേർഡ് പോസ്റ്റിലൂടെയോ ഇനി ബൈ പേഴ്സൺ ആയിട്ടോ ആണ് അറിയിക്കേണ്ടത്. അങ്ങനെ ജനറൽ ബോഡി മീറ്റിംഗ് കൂടുന്നു. In the general body, the proposed amendments has to be passed with the 2/3 majority of the members present and voting. 2/3 majority of the members present ആവണം, വോട്ട് ചെയ്യണം. 2/3 മെജോറിറ്റിയിൽ ഈ ഒരു പ്രമേയം പാസ്സാവണം. The application made to the registrar for registration of amendment shall be signed by the secretary and 2 members of the committee. അങ്ങനെ 2/3 മെജോറിറ്റിയിൽ റെസൊല്യൂഷൻ പാസ്സായാൽ ആ ഒരു റെസൊല്യൂഷൻ്റെ കോപ്പിയും ആപ്ലിക്കേഷനും വിത്തിൻ 1 മന്ത് ജനറൽ ബോഡി കൂടിക്കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കണം. ആപ്ലിക്കേഷൻ സെക്രട്ടറിയും കമ്മിറ്റിയിലെ 2 മെമ്പേഴ്സും സൈൻ ചെയ്തിരിക്കണം. അമെൻഡ് ചെയ്യേണ്ട ബൈലോയുടെ 4 കോപ്പിയും ട്രഷറി ചലാനും അതുപോലെ റെസൊല്യൂഷൻ്റെ കോപ്പിയും ആപ്ലിക്കേഷൻ്റെ കൂടെ അയച്ചു കൊടുക്കണം. ട്രഷറി ചലാൻ എന്ന് പറയുന്നത് ഇതിന് ഫീസ് ഉണ്ട്, അമെൻഡ് ചെയ്യുന്നതിന് ഫീസ് ഉണ്ട്. അത് വുമൺ SC/ST സ്കൂൾ സൊസൈറ്റീസിന് 50 രൂപയും മറ്റ് എല്ലാ സൊസൈറ്റികൾക്കും 500 രൂപയുമാണ്. അമെൻഡ് ചെയ്യേണ്ട ഫീസ്, അമെൻമെൻറ്റ് ബൈലോ അമെൻമെൻറ്റ് ഫീ എന്ന് പറയുന്നത് വുമൺ SC/ST സൊസൈറ്റീസ്, സ്കൂൾ സൊസൈറ്റീസ് ഈ 3 കാറ്റഗറിയിലുള്ള സൊസൈറ്റികൾക്ക് 50 രൂപയും ബാക്കി എല്ലാ സൊസൈറ്റികൾക്കും 500 രൂപയുമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്. അമെൻഡ് ചെയ്യേണ്ട ബൈലോ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ അത് വാലിഡ് ആവുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് രജിസ്ട്രാർക്ക് അയച്ചു കൊടുക്കുന്നത്. രജിസ്ട്രാറുടെ കയ്യിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ രജിസ്ട്രാർ കുറച്ച് കാര്യങ്ങൾ വെരിഫൈ ചെയ്യും. അതായത് ആക്ട് ആൻഡ് റൂൾസിന് അനുസരിച്ചാണോ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് നോക്കും. അതുപോലെ ഒബ്ജക്റ്റ് ഓഫ് സൊസൈറ്റി കംപ്ലൈ വിത്ത് സെക്ഷൻ 4 പറഞ്ഞിരിക്കുന്ന പ്രകാരമാണോ സൊസൈറ്റിയുടെ ഒബ്ജക്റ്റ് എന്ന് നോക്കും. ഏരിയ ഓഫ് ഓപ്പറേഷൻ, അതുപോലെ സൗണ്ട് ബിസിനസ് റിക്വയർമെൻറ്റ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം രജിസ്ട്രാർ വെരിഫൈ ചെയ്യും. ആപ്ലിക്കേഷൻ അയച്ചിരിക്കുന്ന സൊസൈറ്റി സെൻട്രൽ സൊസൈറ്റിയോ അപ്പെക്സ് സൊസൈറ്റിയോ ആണെങ്കിൽ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് രജിസ്ട്രാർ കൺസൾട്ട് ചെയ്യും. മറ്റ് സൊസൈറ്റി ആണെങ്കിൽ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയനുമായിട്ടാണ് കൺസൾട്ട് ചെയ്യുന്നത്. രജിസ്ട്രാർ കൺസൾട്ട് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഓർ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് ദ ഫിനാൻസിങ് ബാങ്ക്, ആ ഒരു സൊസൈറ്റിക്ക് ഫിനാൻസ് കൊടുക്കുന്ന ബാങ്കുമായും രജിസ്ട്രാർ കൺസൾട്ട് ചെയ്യും. അതിനുശേഷം രജിസ്ട്രാർ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞ് 90 ദിവസത്തിനുള്ളിൽ ആ ഒരു അമെൻമെൻറ്റ് ബൈലോ അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. രജിസ്ട്രാർ ഡിസ്പോസ് ദ ആപ്ലിക്കേഷൻ ടു രജിസ്റ്റർ ബൈലോ അമെൻമെൻറ്റ് വിത്തിൻ 90 ഡേയ്സ്. ഇമ്പോർട്ടൻ്റ് ആണ്. 90 ദിവസത്തിനുള്ളിലാണ് രജിസ്ട്രാർ ബൈലോ അമെൻഡ് ചെയ്തു കൊടുക്കുന്നത്. രജിസ്ട്രേഷൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു, രജിസ്ട്രേഷനുള്ള ഒരു ആപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. രജിസ്ട്രാർ 90 ദിവസത്തിനുള്ളിലാണ് തീരുമാനമെടുക്കുന്നത്. ഇനി റെഫ്യൂസ് ചെയ്യുകയാണ് എങ്കിൽ 7 ദിവസത്തിനുള്ളിൽ സൊസൈറ്റിയെ ഈ കാര്യം രജിസ്ട്രാർ അറിയിക്കണം. റെഫ്യൂസൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് വിത്തിൻ 7 ഡേയ്സ് ആണെന്ന് പറയുന്നത് സെക്ഷൻ 12(4)ലാണ്. അതുപോലെ 90 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണമെന്ന് പറയുന്നത് സെക്ഷൻ 12(4)(a)യിലാണ്. ഇനി സൊസൈറ്റിക്ക് റെപ്രസെൻറ്റേഷൻ മേക്ക് ചെയ്യണമെങ്കിൽ, പരാതി കൊടുക്കണമെങ്കിൽ രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ഇതിന് എതിരെ പരാതി കൊടുക്കുന്നതിനെക്കുറിച്ച് പറയുന്നത് സെക്ഷൻ 12(4)(b)യിലാണ്. സംഘം അപ്പീൽ കൊടുക്കേണ്ടത് രജിസ്ട്രാർക്കോ ഗവൺമെൻറ്റിനോ ആണ്. അതായത് അസിസ്റ്റൻറ്റ് രജിസ്ട്രാറാണ് ഇത് റെഫ്യൂസ് ചെയ്തതെങ്കിൽ അതിന് മുകളിലുള്ള രജിസ്ട്രാറാണ് റെഫ്യൂസ് ചെയ്യുന്നതെങ്കിൽ ഗവൺമെൻറ്റിനുമാണ് അപ്പീൽ കൊടുക്കേണ്ടത്. ഇങ്ങനെ ഒരു അപ്പീൽ കിട്ടിക്കഴിഞ്ഞാൽ RCS ആയാലും ഗവൺമെൻറ് ആയാലും വിത്തിൻ 60 ഡേയ്സ് അതിനൊരു തീരുമാനം എടുത്തിരിക്കണം. RCS ഇഷ്യൂ ഡയറക്ഷൻ ടു ജോയിൻറ്റ് രജിസ്ട്രാർ ആൻഡ് ഗവൺമെൻറ് ഇഷ്യൂ ഡയറക്ഷൻ ടു രജിസ്ട്രാർ. ഗവൺമെൻറ് രജിസ്ട്രാർക്ക് ഡയറക്ഷൻ കൊടുക്കുന്നു. അതുപോലെ രജിസ്ട്രാർക്കാണ് പരാതി കിട്ടുന്നതെങ്കിൽ ജോയിൻറ്റ് രജിസ്ട്രാർക്കാണ് ഡയറക്ഷൻ കൊടുക്കുന്നത്. അമെൻമെൻറ്റ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം രജിസ്റ്റേർഡ് അമെൻമെൻറ്റ് ബൈലോയുടെ ഒരു കോപ്പിയും രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയും സൊസൈറ്റിക്ക് അയച്ചു കൊടുക്കുന്നു. ഇനി സെക്ഷൻ 13 പറയുന്നത് വെൻ അമെൻമെൻറ്റ് ഓഫ് ബൈലോസ് കം ഇൻ ടു ഫോഴ്സ് ഇറ്റ് ഈസ് ഓൺ ദ ഡേ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ്. അമെൻഡ് ചെയ്ത ബൈലോ രജിസ്റ്റർ ചെയ്താൽ മാത്രമേ വാലിഡ് ആവുന്നുള്ളൂ എന്ന് പറഞ്ഞു. ആ ഒരു രജിസ്റ്റർ ചെയ്യുന്ന ഡേറ്റ് മുതലാണ് അത് വാലിഡ് ആവുന്നത്. അതാണ് സെക്ഷൻ 13 പറയുന്നത്. ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ only the amendment become valid.
ബൈലോ അമെൻഡ് ചെയ്യുന്നതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കേണ്ടത്? സൈൻ ഓഫ് സെക്രട്ടറി ആൻഡ് 2 കമ്മിറ്റി മെമ്പേഴ്സ്, ഡീറ്റെയിൽസ് ഓഫ് ജനറൽ ബോഡി, എ കോപ്പി ഓഫ് ബൈലോ വിത്ത് പ്രൊപ്പോസ്ഡ് അമെൻമെൻറ്റ്സ് വിത്ത് റീസൺ, 4 കോപ്പീസ് ഓഫ് ഡ്രാഫ്റ്റ് ബൈലോസ് സ്റ്റാൻഡ് ആഫ്റ്റർ അമെൻമെൻറ്റ്, ട്രഷറി ചലാൻ, റെസീറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ബൈലോ ആൻഡ് അമെൻമെൻറ്റ് ഓഫ് ബൈലോ ഈ ഒരു ടോപ്പിക്കാണ് ഈ വീഡിയോയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്